ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം മഹീന്ദ്ര ഇപ്പോൾ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് വാഹനമായ ഥാർ റോക്സ് അഥവാ ഥാർ 5 ഡോർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ മിക്ക വേരിയൻസിൻ്റെ പ്രൈസസ് എല്ലാം അവർ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്ന ഒരു പ്രൈസിംഗ് ആണ് ഈ വാഹനത്തിൻ്റെ MX-1 എന്ന് പറഞ്ഞ ബേസ് മോഡലിൻ്റെ. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ബേസ് മോഡലിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ആദ്യം തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ഫ്രണ്ട് പ്രൊഫൈലാണ്, പ്രത്യേകിച്ച് നമ്മൾ ബമ്പറൊക്കെ നോക്കുമ്പോൾ. കാരണം ഫുൾ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കിട്ടുന്നത്. ടോപ്പിൻ്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സിൽവർ ആക്സൻസ് ഒക്കെ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. പ്രത്യേകിച്ച് നടുവിലത്തെ പോർഷനിൽ സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് അതൊന്നുമില്ല. അതുപോലെ തന്നെ LED ഫോഗ് ലാംപ്സും നമുക്കിത് ബേസ് മോഡൽ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അവൈലബിൾ അല്ല. പക്ഷേ ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ഏകദേശം ടോപ്പ് എൻഡിൽ കിട്ടുന്ന പോലെ തന്നെയാണ്. അതായത് ഇപ്പം ഇതിൻ്റെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ LED ആണ്, നമുക്ക് ആ സൈഡിലായിട്ടാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിൽ നമുക്ക് LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്, പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് തന്നെയാണ് കിട്ടുന്നത്. സോ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പിന്നെ ഗ്രില്ലൊക്കെ ആണെങ്കിലും ടോപ്പ് എൻഡിൽ വരുന്ന പോലെ തന്നെ നമുക്ക് ബോഡി കളർഡ് ഗ്രില്ലാണുള്ളത്. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ ഫ്രണ്ട് പ്രൊഫൈൽ വലിയ കുഴപ്പമില്ല. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വീൽസ് ആണ്. നമുക്ക് സ്റ്റീൽ വീൽസ് ആണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. പിന്നെ അത് കളേർഡൊന്നുമല്ല, സിൽവർ കളർ സ്റ്റീൽ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്തായാലും 18 ഇഞ്ച് വീൽസ് തന്നെയാണ് കേട്ടോ ബേസ് മോഡൽ പോലെ അവർ കൊടുക്കുന്നത്. അല്ലാണ്ട് ഭയങ്കര ഹൈ പ്രൊഫൈൽ ടയർ ഇട്ടുള്ള 16 ഇഞ്ചോ 17 ഇഞ്ചോ വീൽസോ ഒന്നും അല്ല. 18 ഇഞ്ച് എന്ന് പറയുമ്പം നമുക്ക് ടയറിൻ്റെ ക്രോസ് സെക്ഷൻ വരുന്നത് 255 ആണ്. പക്ഷേ പ്രൊഫൈൽ ഒരു ഇത്തിരി കൂടുതലാണ്, 65 ആണ് ഇതിൻ്റെ പ്രൊഫൈൽ. 19 ഇഞ്ചുള്ള വീൽസിൽ നമുക്ക് 60 ആണ് പ്രൊഫൈൽ കിട്ടുന്നത്. പിന്നെ ഇത് R18s ആണ്. അതുപോലെ ബാക്കി സൈഡ് ബോഡി ക്ലാഡിംഗ് ഒക്കെ സെയിം ആണ്. പിന്നെ നമ്മുടെ മിറേഴ്സിൻ്റെ ഡിസൈൻ, ഡോർ ഹാൻഡിൽസിൻ്റെ ഡിസൈൻ ഇതെല്ലാം സെയിം ആണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇല്ലാത്തൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ORVMs ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് നമ്മൾ മാനുവലായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ബാക്കി ഡോർ ഹാൻഡിൽസ് ഒക്കെ നമുക്ക് ടോപ്പ് എൻഡിലാണെങ്കിലും ബ്ലാക്ക് ഫിനിഷാണ് കിട്ടുന്നത്. ബാക്കിലത്തെ ഡോർ ഹാൻഡിൽസ് സി പില്ലറിൽ തന്നെ മൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ബോഡി കളർ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതുപോലെ റൂഫ് നിങ്ങൾക്ക് കാണാം, സി പില്ലർ കുറച്ച് കർവ്ഡ് ആണ്. അതെല്ലാ വേരിയൻസിലും അങ്ങനെ തന്നെയാണ്. ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ബേസ് മോഡലാണെങ്കിലും നമുക്ക് ബാക്കിലത്തെ ഫ്യൂൽ ലിഡ് കീയിട്ട് തിരിച്ച് തുറക്കേണ്ട കാര്യമൊന്നുമില്ല, അകത്തുനിന്ന് തന്നെ തുറക്കാം. ഇപ്പോഴത്തെ 3 ഡോർ താറിൽ നമ്മൾ ഇപ്പോഴും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കീയൊക്കെ ഇട്ട് തിരിച്ച് തുറക്കേണ്ട അവസ്ഥയാണ്. എനിവേ റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോഴേക്കും ടോപ്പ് എൻഡിൽ നമുക്ക് ഇപ്പോഴത്തെ വണ്ടിയിൽ റിയർ വൈപ്പറൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഈ വണ്ടിയിൽ എന്തായാലും അതൊന്നുമില്ല. പക്ഷേ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈൻ എക്സാക്ട്ലി സെയിം ആണ്. LED ടെയിൽ ലാംപ്സ് തന്നെയാണ് ഒരു ബേസ് മോഡലും കൊടുത്തിരിക്കുന്നത്. C-ഷേപ്ഡ് LED എലമെൻറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ താഴത്ത് വേറെ സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സ് അങ്ങനത്തെ എലമെൻറ്റ്സ് ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള 18 ഇഞ്ച് സ്റ്റീൽ വീൽസ് തന്നെയാണ് ബാക്കിൽ സ്പെയർ ടയറായിട്ട് കൊടുത്തിരിക്കുന്നത്. റൂഫ് ആണെങ്കിൽ പോലും പ്ലെയിൻ ആണ്, സംഭവം മെറ്റൽ റൂഫ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് പാനറോമിക് സൺ റൂഫിൻ്റെ ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇതാണ് നമുക്കിപ്പം ഥാർ വരുന്നത്. ഇതിൻ്റെ അകത്ത് റിയർ വീൽ ഡ്രൈവിൻ്റെ ബാഡ്ജിംഗ് ഒന്നും ഇല്ല കേട്ടോ. 3 ഡോർ താറിൽ വന്ന പോലെ അവിടെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആകപ്പാട് സൈഡിൽ ഥാർ റോക്സിൻ്റെ ബാഡ്ജിംഗ് മാത്രമാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് എക്സ്റ്റീരിയറിൽ പറയാൻ പറ്റുന്നത്. ഇനി ഇൻറ്റീരിയറിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ നോട്ട് ചെയ്യാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീലാണ്. അതിൽ സ്റ്റിയറിംഗ് മോഡൽ ഓഡിയോ കൺട്രോൾസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 3 ഡോർ താറിൽ വരുന്ന പോലെയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. സംഭവം സെമി ഡിജിറ്റലാണ്. കുറച്ച് റെഡ് കളർ ഗേജസിൻ്റെ എൻഡിലുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നടുവിൽ ചെറിയൊരു TFT ഡിസ്പ്ലേ ഒക്കെ അവൈലബിൾ ആണ്. സംഭവം നോർമൽ പ്ലാസ്റ്റിക് സ്റ്റിയറിംഗ് വീലാണ്, ലെതർ ഫിനിഷ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതിനകത്ത് രസം എന്താണെന്ന് വെച്ചാൽ അവർ ഇതിൻ്റെ അകത്ത് ഒരു 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് ജസ്റ്റ് കൊടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന പോലത്തെ ഒരു സംഭവമാണ്. അല്ലാണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒന്നും കൊടുത്തായിട്ട് ഞാൻ ബ്രോഷറിൽ കണ്ടില്ല. പക്ഷേ എന്തായാലും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഉണ്ട്, നമുക്ക് ജസ്റ്റ് പറയാൻ വേണ്ടി ഒരു സാധനം ഉണ്ടെന്ന് പറയും. അതുപോലെ തന്നെ 4 സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളിപ്പോൾ പുറത്തുനിന്ന് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് ഉപയോഗിക്കണമെങ്കിലും ഉപയോഗിക്കാം. ഇതൊക്കെ അവരുടെ ബ്രോഷറിലും അതുപോലെ തന്നെ മറ്റേ പ്രസൻറ്റേഷനിലും മെൻഷൻ ചെയ്ത കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഈ 3D റെൻഡറിൻ്റെ അകത്ത് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല, അതായത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉള്ളതായിട്ട്. പിന്നെ മൊത്തത്തിൽ സോഫ്റ്റ് ടച്ച് ഫാബ്രിക് ഫിനിഷൊക്കെ നമ്മൾ ഡോർ പാഡ്സിലൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് മഹീന്ദ്ര അവകാശപ്പെടുന്നത്. പിന്നെ നമുക്ക് 4 പവർ വിൻഡോസ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്, ഇലൂമിനേഷനൊക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡ്രൈവർ സൈഡ് ഡോറിലാണെങ്കിൽ പോലും നമുക്ക് ആൻറ്റി പിഞ്ചോ അല്ലെങ്കിൽ ഓട്ടോ അപ്പ് ഡൗണോ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. പിന്നെ മാനുവൽ ഡേ നൈറ്റ് IRVMs അവൈലബിൾ ആണ്. റൂഫിൽ ക്യാബിൻ ലാമ്പ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാം ഡാഷ്ബോർഡിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡ്യുവൽ ടോൺ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ അവിടെ അങ്ങനെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് എന്നുള്ളതായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ടോപ്പ് എൻഡിലാണ് നമുക്ക് ലെതർ ഫിനിഷുള്ള ടോപ്പ് പോർഷൻ ഡാഷ്ബോർഡൊക്കെ കിട്ടുന്നത്. ഇതിൻ്റെ സീറ്റ്സ് ആണെങ്കിൽ പോലും നമുക്ക് ഫാബ്രിക് ഫിനിഷാണ് കിട്ടുന്നത്. സീറ്റ്സിൻ്റെ ഡിസൈനൊക്കെ സെയിം തന്നെയാണ്. ഥാർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ പാഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡുവൽ ടോൺ ഫിനിഷാണ്. ആംറസ്റ്റ് വരുന്നത് ഒരു ബേജ് കളറിലാണ്. അത് എന്തിനാണ് അങ്ങനെ കൊടുത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് തന്നെ കൊടുക്കായിരുന്നു. അപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയതിന്. ഇതിപ്പോൾ അത് മാത്രം എടുത്ത് നിൽക്കുന്ന പോലെ ഉണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് ഫ്രണ്ടിൽ ആംറസ്റ്റ് അവൈലബിൾ ആണ്, അത് അവരെടുത്ത് കളഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് സെൻറ്റർ കൺസോളിൽ കപ്പ് ഹോൾഡേഴ്സ് അങ്ങനത്തെ സ്റ്റോറേജ് ഏരിയാസ് ഒക്കെ ഉണ്ട്. ബാക്കിലേക്ക് വരികയാണെങ്കിൽ സ്പേസ് ടോപ്പ് എൻഡിൽ കിട്ടുന്ന പോലെ തന്നെയാണ് കിട്ടുന്നത്. ഇതിൻ്റെ പിന്നെ സീറ്റ്സിൻ്റെ അപ്ഹോൾസ്റ്ററി ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് ടോപ്പ് എൻഡിൽ വരുന്ന അത്രയും ഒരു എയറി ഫീലിംഗ് ചിലപ്പോൾ ക്യാബിനിൽ തോന്നിക്കൊള്ളണം എന്നില്ല. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ആംറസ്റ്റും വരുന്നില്ല, അത് ടോപ്പ് എൻഡ് വേരിയൻസിലൊക്കെ വരുന്നുണ്ട്. എന്തായാലും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റിൽ ടോപ്പ് എൻഡിലുള്ള പോലെ തന്നെ 4 എണ്ണം ഉണ്ട്. നടുവിലത്തെ പാസഞ്ചറിനും ബാക്കിൽ ഒരു ചെറിയ ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ഇതിൻ്റെ അകത്ത് AC വെൻസും അതുപോലെ ചെറിയൊരു ചാർജിങ് പോയിൻ്റ് ഒക്കെ അവൈലബിൾ ആണ്. ആ കാര്യത്തിലും കോസ്റ്റ് കട്ടിംഗ് ഒന്നും തന്നെ വരുന്നില്ല.
ഇതിൻ്റെ റൂഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെറ്റൽ റൂഫ് ആയതുകൊണ്ട് നമുക്ക് മൊത്തത്തിലൊരു ബേജ് ഫിനിഷാണ് ഇതിൻ്റെ ഹെഡ്ലൈനർ മെറ്റീരിയൽ കിട്ടുന്നത്. അത് ഹെഡ്ലൈനർ ഉണ്ട്, മറ്റേതുപോലെ ഫാബ്രിക് അല്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ പ്രശ്നമൊന്നും വരില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ഇനി പറയാനുള്ളത്. നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷൻസ് ബേസിക് വേരിയൻസിൽ, അതായത് MX1 അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഉറപ്പായിട്ടും അത് കിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതിന് 3 കളേഴ്സാണ്. നമുക്ക് ബേസിക്കലി 3 കളേഴ്സാണ് ഈ വാഹനത്തിൽ കിട്ടുന്നത്. ഒന്ന് റെഡ് ആണ്, പിന്നെ വൈറ്റും ബ്ലാക്കും. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഓരോ കളേഴ്സും കാണാം. ഞാൻ അപ്പോഴേക്കും എഞ്ചിൻ ഓപ്ഷൻസിനെ പറ്റി പറയാം. ഇതിൻ്റെ അകത്ത് 3 ഡോർ താറിൽ കിട്ടുന്ന പോലെ എൻട്രി ലെവൽ മോഡൽസിൽ 1.5 ലിറ്റർ ടർബോ ഡീസലൊന്നും ഇല്ല. നമുക്ക് ഒന്നെങ്കിൽ 2.2 ലിറ്റർ ഡീസലാണ് വരുന്നത്, എംഹോക്ക് എഞ്ചിൻ D22 എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന പവർ 152 PS അതുപോലെ 330 Nm ഓഫ് ടോർക്കുമാണ്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ 2 ലിറ്റർ എം സ്റ്റൈലിൻ ടർബോ പെട്രോൾ എഞ്ചിനാണ്, ഗ്യാസിലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ എഞ്ചിനാണ്. അതിൻ്റെ കോഡ് നെയിം G20 എന്നാണ്. ആൻഡ് ആ എഞ്ചിനും ഓൾമോസ്റ്റ് സിമിലർ പവറാണ്, 162 PS ടോർക്ക് സെയിം ആണ്, 330 Nm തന്നെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ളൊരു പ്രശ്നമുള്ളൂ രണ്ടിലും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പെട്രോൾ ആണെങ്കിലും 6 സ്പീഡ് മാനുവലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഇത്രയും ബഡ്ജറ്റ് കുറവ് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മാനുവൽ ഓക്കെ ആയിരിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ വണ്ടി ഇപ്പോൾ ഞാൻ കാണിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും ഇത് എത്ര കാലം വരെ അവൈലബിൾ ആയിരിക്കും എന്നൊന്നും അറിയില്ല. എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ ഒരു 5-6 മാസത്തേക്ക് ഈ വണ്ടി ഒരു ഡെലിവറി കൊടുക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ 2-3 പേർക്കെങ്കിലും ഡെലിവറി കൊടുത്തു തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ബേസ് മോഡൽ എന്നൊക്കെ പറയുമ്പോൾ മഹീന്ദ്ര മാത്രമല്ല മിക്ക കമ്പനികളും അതൊരു മാർക്കറ്റിംഗ് സംഭവം പോലെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും മാക്സിമം പ്രൈസ് കുറച്ച് കാണിക്കണമല്ലോ, അതുകൊണ്ട് അവർക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് മാക്സിമം കൊടുക്കാനും പറ്റും. എത്ര കൊടുത്താലും അവർക്ക് ചിലപ്പോൾ ഈ വണ്ടി നഷ്ടത്തിലായിരിക്കും വിറ്റ് പോകുന്നത്. പക്ഷേ പോകുന്നതിൻ്റെ എണ്ണം കുറവാണെങ്കിൽ ബാക്കിയുള്ള വേരിയൻസ് കൂടുതൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പം അതിൻ്റെ ലാഭം അറ്റ്ലീസ്റ്റ് കവറായി പൊക്കോളല്ലോ. അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഈ വാഹനങ്ങൾ വരുന്നത്. പിന്നെ നമുക്ക് ബേസ് മോഡലാണെങ്കിൽ ഇതിൻ്റെ അകത്ത് FSD, അതായത് FDD എന്നാണ് മഹീന്ദ്ര പറയുന്നത്, അതായത് ഫ്രീക്വൻസി സെലക്ടഡ് ഡാമ്പേഴ്സ് ആണ് സംഭവം. അതൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് അവർ എവിടെയും സ്പെഷ്യലായിട്ട് ബേസ് മോഡലിൽ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ഇല്ല എന്നെടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഐഡിയ വെച്ച് പോകാം. ബേസ് മോഡൽ ഇപ്പോൾ സ്കോർപിയോനൊക്കെ എടുക്കുകയാണെങ്കിൽ അവർ അതിൻ്റെ ഏറ്റവും ബേസിക് വേരിയൻറ്റിൽ മാത്രമായിട്ട് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ഒക്കെ കൊടുത്തായിരുന്നു. അങ്ങനെ ഒരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഈ വണ്ടിയിൽ എന്തായാലും ഇതുവരെ അങ്ങനെയൊന്നും കണ്ടില്ല. ഇനി സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്രാവശ്യം ബേസ് മോഡൽ പോലെ തന്നെ 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് മഹീന്ദ്ര കൊടുക്കുന്നുണ്ട്. പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് പിന്നെ ബാക്കിൽ 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് ഒക്കെ ഉള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ 3 ഡോർ താർ പോലെയല്ല. 3 ഡോറിൽ നമുക്ക് എപ്പോഴും 2 എയർ ബാഗേ ഉള്ളൂ. ഇത് അതിനേക്കാളൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ബേസ് മോഡൽ പോലെ തന്നെ ഇത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ അഡ്വാൻസ്ഡ് റെസിസ്റ്റൻസ് സിസ്റ്റം പോലത്തെ ഫീച്ചേഴ്സ് ഒന്നും ഈ പ്രൈസ് പോയിന്റിൽ എക്സ്പെക്ട് ചെയ്യരുത്. ഇനി നമുക്കിതിൻ്റെ പ്രൈസ് നോക്കാം. ഇതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾക്ക് മിക്കവാറും ഒക്കെ അറിയായിരിക്കും, കാരണം ആദ്യം തന്നെ മഹീന്ദ്ര പുറത്തുവിട്ട ബേസിക് വേരിയൻസിൻ്റെ പ്രൈസാണ് 12.99 lakhs ആണ് ഇതിൻ്റെ പെട്രോളിൻ്റെ സ്റ്റാർട്ടിംഗ് മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. അതുപോലെ ഡീസലാണെങ്കിൽ 13.99 lakhs ആണ് വരുന്നത്. ഇത് രണ്ടും റിയർ വീൽ ഡ്രൈവ് മോഡൽസ് ആണ്, രണ്ടും മാനുവലാണ്. ഓക്കെ, സോ അതിൻ്റെ വേറെ ഓപ്ഷൻസ് ഇപ്പോൾ 4 വീൽ ഡ്രൈവ് ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് MX5 എങ്കിലും എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ AX5 AX7 ഒക്കെയാണ് നമുക്ക് പിന്നെ 4 വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷൻസ് കിട്ടുന്നത്. ഇതിൻ്റെ അകത്തൊന്നുമില്ല. പിന്നെ ഇത് കൺസിഡർ ചെയ്യുന്നത് നല്ലതാണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പ്രൈസ് പോയിന്റ് വണ്ടി ഇപ്പോൾ ഇൻട്രൊഡക്ടറി പ്രൈസിൽ കിട്ടുന്നുണ്ട്. പക്ഷേ കൺസിഡർ ചെയ്യുന്നത് നല്ലതാണോ എന്ന് ചോദിക്കുന്നതിലുപരി വണ്ടി കിട്ടുമോ എന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വണ്ടി കിട്ടില്ല, പിന്നെ ഇപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്താലും കാര്യമില്ലല്ലോ. അതാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.